കുഞ്ഞെ, അദ്ദേഹം കുളിച്ചുമില്ല, ഒരു കപ്പ് ചായ പോലും കുടിച്ചിട്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ കട്ടിലിൽ മയം കിടക്കുന്നു. നല്ല ചൂടുണ്ട്. ഇങ്ങനെ സമയാസമയത്തിന് ആഹാരം കഴിക്കാതെ ജോലി ചെയ്താൽ എന്താകും? ഒരു മാസത്തെ അവധി എടുത്ത് ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയി താമസിക്കാൻ പറയണം. പറഞ്ഞു കേൾക്കുന്ന ആളല്ലേ. എനിക്കുന്നേ കിടന്നുള്ളൂ. ആട്ടെ, ഇന്നലെ രാത്രി ഉറങ്ങിയോ? ഉറങ്ങി ഡോക്ടർ. എത്ര നാൾ കൂടി ഇരുന്നാണ് എന്റെ മകൾ ഉറങ്ങിയതെന്ന്. ബോധമറ്റതുപോലെ ഉറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഭയപ്പെടാനില്ലെന്ന്. ആട്ടെ, ഇപ്പൊ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്നുള്ള തോന്നലേ എനിക്കിപ്പോഴുള്ളൂ. അതിൽ നിന്നുണ്ടാവുന്ന ആശ്വാസം. ഇനി മരിച്ചാലും. ഡോക്ടർ, ഈ വാക്കുകൾ ആവർത്തിക്കരുതെന്ന് പറയണം. ഞങ്ങളാരും മനുഷ്യരല്ലേ? ഞങ്ങൾക്കൊന്നും ഹൃദയമില്ലേ? അയ്യോ, എന്ന് ഞാൻ പറഞ്ഞു. മൈലുകൾക്കപ്പുറത്ത് പല പല ആശുപത്രികളിലും വേദനയോടെ നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോൾ ഒരേ ഒരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നു, ഇവിടെ വന്ന് എത്തിച്ചേരണമെന്ന്. അത് സാധിച്ചില്ലേ മോളെ? ഇനിയെങ്കിലും വിഷമിക്കേണ്ട മാവും. രോഗമുള്ളവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാലും സാരമാക്കേണ്ട മാവും. ഇനിയും ചില ടെസ്റ്റുകൾ വരാനുണ്ട്. ഞാനത് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി നഴ്സിനെ വിളിക്കാം. കൊച്ചപ്പേട്ട ഈ ബെഡിൽ കിടന്നോ? ഇതാര് നമ്മളെ പഴയ ഗ്യാസ് കൊച്ചപ്പനല്ലേ? കൊച്ചപ്പന്റെ ഏമ്പൊക്കെ ഇതുവരെ മാറിയില്ലേ? മറ്റവൻ നിന്ന് ഏത് മൂത്രം ഇപ്പൊ മാത്രമുണ്ട്. എന്നാലും ആ പഴയ ശാരീര ഗുണം ഇപ്പോഴില്ല. പഴയ എടുത്ത് നിൽക്കാൻ ഒരു രസമുണ്ടായിരുന്നു. അല്ല, നേതാവിന്റെ അസുഖം ഇതുവരെ മാറിയില്ല. ഓ, അതിങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കും. പറഞ്ഞു വിടാനൊക്കുവോ? വലിയ വലിയ റെക്കമെൻഡേഷൻസും കൊണ്ടല്ലേ വരുന്നത്. അപ്പൊ സൂക്കൻ എന്തോന്നാ? രാഷ്ട്രീയം മതിയല്ലോ. അതല്ലേ സൂക്കൻ വെച്ച് ഏറ്റവും വലിയ രോഗം. പിന്നെ ഈയിടെയായി നിങ്ങൾ ഈ ആശുപത്രിയിൽ കൊടുക്കുന്ന പാലിന്റെയും റൊട്ടിയുടെയും അളവ് വളരെ കുറവാണ്. എന്നാ ആര് പറഞ്ഞു? ഞാൻ തന്നെ എന്റെ അനുഭവസ്ഥൻ. എത്രയോ കാലമായി ഞാൻ ഇവിടുന്ന് കഴിക്കുന്നവനാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചോരയും വിയർപ്പുമാണ് ഈ ആശുപത്രിയിൽ റൊട്ടിയും പാലുമായി വരുന്നത്. നിങ്ങൾ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ ഞാനിത് പത്രപംക്തിയിൽ എഴുതും, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ഇതിനെപ്പറ്റി സത്വരമായി ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ അധികാരി വർഗത്തെ അറിയിച്ചേക്കണം, കേട്ടോ? എന്താ മോള്? അച്ഛൻ കുളിച്ചില്ല, ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ അച്ഛാ? എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ. എന്നാര് പറഞ്ഞു? എല്ലാം വിധിയാണ് അച്ഛാ. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. അല്ല മോളെ, എന്റെ അത്യാഗ്രഹം കൊണ്ടാണ്. പണമെന്ന് കേട്ടപ്പോ മറ്റെല്ലാം ഞാൻ മറന്നുപോയി. ഒരച്ഛന് മകളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാവമാണ് ഞാൻ ചെയ്തത്. ഞാൻ മരണത്തെക്കുറിച്ച് പറഞ്ഞു അച്ഛൻ എതിർക്കും. കഴിഞ്ഞതിനെ കുറിച്ച് ഒരിക്കലും ഓർക്കരുതെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. നിന്റെ വിവാഹത്തിന് മുമ്പ് ആ ഡോക്ടറെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ശരി, അത് പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛാ? അദ്ദേഹം പഠിക്കുന്ന കാലത്തും ഇത്ര നല്ലവനായിരുന്നു മോളെ? അദ്ദേഹം എന്നും നല്ലവനായിരുന്നു അച്ഛാ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു ആ മുഖത്ത്. എല്ലാവരുടെ സന്തോഷവും ഞാൻ കെടുത്തി. പാപം ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് ഞാൻ. ഇനി മതി, അച്ഛൻ പോയി കുളിച്ച് വല്ലതും കഴിക്കും. ശരിയാ, ഞാൻ പോയിട്ട് വരാം. നിനക്കും വല്ലതും കഴിക്കണമല്ലോ. അതും ഇതുമൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ സ്വസ്ഥമായി കിടക്കണം.
എല്ലാ ടെസ്റ്റുകളും നോക്കി, ഒന്നിനും ഒരു തകരാറും കാണില്ല. Anything wrong, doctor? ഡോക്ടർ, മിസ്സസ് പ്രഭാമനൻ ഫെയിന്റ് ചെയ്തു. വല്ലാതെ വിയർത്തു, ശരീരമാകെ തണുത്തുപോയി. റൂമിൽ ആരുമില്ല, ഞാൻ ബൈച്ചാൻസിൽ കണ്ടതാണ്. സിസ്റ്റർ, കോറൻ കൊണ്ടുവരും. ഉടനെ ഡ്രിപ്സ് കൊടുക്കും. യെസ് ഡോക്ടർ. ഭയപ്പെടാനൊന്നുമില്ല. 4-5 മിനിറ്റുകൾക്കുള്ളിൽ he'll be all right. Her pulse is normal. നിങ്ങളെല്ലാം പൊക്കോ. ഞാനിവിടെ വെയിറ്റ് ഡോക്ടർ. ഡോക്ടർ വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നു. റൂമിൽ പോയി അല്പം റെസ്റ്റ് എടുത്താൽ. വേണ്ട, സദാശിവം പൊയ്ക്കോളൂ. ആ ജനറൽ വാർഡിൽ 1-2 പേഷ്യൻസിന് അല്പം സീരിയസ് ആണ്. പോയി നോക്കിയിട്ട്. യെസ് ഡോക്ടർ. എന്താ ഡോക്ടർ, എന്ത് പറ്റി? ഞാൻ ഇപ്പോഴൊന്ന് പുറത്തേക്ക് പോയതേ ഉള്ളൂ. പറയൂ ഡോക്ടർ, വല്ല അപകടവും? ഒന്നുമില്ല, ഒരു തളർച്ച. ഉടനെ മാറും. ഞാൻ നഴ്സിനെ ഇപ്പം കൂടെ പറഞ്ഞേക്കും. നല്ല ആളാണ്. ഇവിടാണ് ഉറങ്ങാൻ കണ്ട സ്ഥലം. ഞാനൊരു കത്തെഴുതാൻ വന്നതാ. ആലോചിച്ചിരുന്നു ഉറങ്ങിപ്പോയി. അങ്ങനിൽ നിന്നും എന്തോ മറയ്ക്കുന്നു. കുറെ നാളായി ഞാനത് ശ്രദ്ധിക്കുന്നു. ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചോദിച്ചില്ല. പക്ഷേ എത്ര നാളത് കഴിയും? ഒന്നുമില്ല. ഈയിടെ ജോലി അല്പം കൂടുതലാണ്. അല്ല, അതൊന്നുമല്ല, മറ്റെന്തോ ഉണ്ട്. വരൂ, പോയി കിടന്നു. എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാഷ്ട്രീയം? അതെ. അങ്ങനെ നേർവഴിക്ക് വരട്ടെ. അല്ല, ഞാൻ ഇവിടെ ഇരുന്നാട്ടെ. എല്ലാം ഞാൻ ഹരിശ്രീ മുതൽ പഠിപ്പിച്ചു. അതെ, അതായത് അപ്പോഴേ നേതാവേ, പത്രത്തിന് എന്തുണ്ട് വിശേഷം? നമ്മുടെ രാജ്യം ആകെ കുട്ടിച്ചോറായിരിക്കുകയാണ് കുട്ടമ്പിള്ളി. നമ്മുടെ ജനങ്ങൾ
ഇനിയും രാഷ്ട്രീയമായി വളരെയേറെ വളരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നാം വിഭാവനം ചെയ്ത ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് സംജാതമാകൂ. അത് പോകട്ടെ, ജാതകഫലം എങ്ങനെയുണ്ട്? അതൊന്നും വിശ്വസിക്കരുത്. 100% കളവാ. ചിലപ്പോ ശരിയായിരുന്നു. എവിടെ ശരിയാകാൻ? നോക്കട്ടെ. ആട്ടെ, നേതാവിന്റെ നാളെ ഏതാണ്? മൂലം. മുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചത്, നാളാ. അതെ, അതും മൂലമാ. അശ്വതി, ഭരണി, രോഹിണി. ആ മൂലം. മൂലത്തിൽ പലതും സംഭവിക്കും. ധനനഷ്ടം, മാനഹാനി, കുടുംബഛിദ്രം, തെരുവ് കണ്ടൽ. ഇതെല്ലാം സംഭവിക്കണം. കളയെന്ന് സംശയമില്ല. എന്തോന്ന് ജാതകവര? ഞാനിതിലൊന്നും വിശ്വസിക്കുന്നു. എന്നാലേ നേതാവ് അങ്ങ് വിശ്വസിച്ചേ. ഇന്നതാ ഡിസ്ചാർജ്. ഡിസ്ചാർജ്. എന്റെ പൊന്നു കുട്ടേ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും എന്നെ ഇതിനകത്ത് കിടത്തിയേക്കണേ. എന്റെ വയറ്റിന് വകയില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ തന്നെ കിടത്തിയാലേ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് സർക്കാർ ആസ്പത്രി കൂട്ടേണ്ടി വരും. നീ എല്ലാം സൂക്ഷിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മന്ത്രിയായി തിരിച്ചു വരും. അന്നേരം തിന്നെ ഞാൻ കണ്ടോളാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടറെ കാണുമ്പോൾ രോഗി എഴുന്നേറ്റിട്ട് ആവശ്യമില്ലാന്ന്. ഇന്നെങ്ങനെ ഇരിക്കുന്നു? നല്ല ഉത്സാഹം തോന്നുന്നുണ്ട്. രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ? കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയിരുന്നപ്പോഴാ ഇവർക്ക് അസുഖം കൂടിയ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നത്. ആഹാ, നല്ല കാര്യമായി. എന്നാ വേഗമാകട്ടെ. മടങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം. വല്ല അർജന്റ് കേസ് വന്നാലും നഴ്സിനെ കൂടെ ഇരുത്തിയിട്ട് ഞാൻ പോകും. എന്നാലും അങ്ങനെ ആവട്ടെ. Yes, what can I do for you? എന്താ പ്രശ്നം ഇങ്ങനെ നോക്കുന്നേ? എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ട്, ലാബറട്ടറിയിൽ വെച്ച്. ഒന്നുമില്ല. ഇന്ന് അവധി ദിവസമല്ലേ? അതെ. Seems you are a very keen student. താങ്ക് യു. Sorry for the trouble. Oh, it's all right. എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ? ആദ്യമേ കണ്ട ദിവസം ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പ്രഭേ, ഞാൻ ജർമ്മനിക്ക് എഴുതിയിട്ടുണ്ട്. എന്റെ പ്രൊഫസറുടെ അഭിപ്രായം അറിയാം. അദ്ദേഹം ചിലപ്പോൾ മരുന്നുകൾ കഴിച്ചിരും. എന്തിനാ ബാലേട്ട എന്നെ ഭേദപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ മരണത്തെപ്പറ്റി ഓർത്തു പോകുന്നത്. പ്ലീസ് പ്രഭേ, ബി ഓപ്റ്റിമിസ്റ്റിക്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, എനിക്ക് വേണ്ടിയെങ്കിലും. ഡോക്ടർ, 24 നമ്പർ ബെഡിലെ പേഷ്യന്റിന് അല്പം കൂടുതലാ. ഞാൻ ഇപ്പൊ വരാൻ പറ്റും. സിസ്റ്റർ, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഡോക്ടർ ബാലകൃഷ്ണന് നേരത്തെ പരിചയമുണ്ടോ? വല്ല ബന്ധവുമുണ്ടോ? ഇല്ല. പിന്നെ സിസ്റ്റർ, അല്പനേരം തനിച്ചിരുന്നാ കൊള്ളാവുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്നത്. താങ്ക്സ്.
ആ സിസ്റ്റർ പോകായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടേ. അത് വേണ്ടായിരുന്നു. പ്രഭ തനിച്ച് എനിക്ക് കഴിഞ്ഞു പോയ നല്ല നാളുകളെ കുറിച്ച് ഓർക്കണമെന്ന് തോന്നി. ആ ഇപ്പോഴെങ്കിലും സുഖമുള്ള കാര്യങ്ങളെ പറ്റി ഓർക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ ജയിച്ചു. അസുഖം മാറുമെന്നുള്ളതിന്റെ മുന്നോടിയാണ് ഈ ചിന്ത. അന്ന് ബാലേട്ടൻ പാടിയ പാട്ട് എന്നെ പറ്റിയായിരുന്നു. എന്ന് പാടിയത്? ഞാൻ അവസാനമായി കേട്ട പാട്ട് കോളേജ് വാർഷികത്തിന്. അത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള വർണ്ണന മാത്രമായിരുന്നു. എന്റെ ഹൃദയത്തിൽ പ്രഭയ്ക്കുണ്ടായിരുന്ന സ്ഥാനം അതിൽ എത്രയോ ഉപരിയായിരുന്നു. എന്താ പ്രഭ കണ്ണു നിറഞ്ഞത്? സന്തോഷം കൊണ്ട്. സത്യമാണ്. നീ അറിയുന്നില്ല. നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ഉയർന്ന കൊടുങ്കാറ്റ് കെട്ടിടങ്ങാൻ വർഷങ്ങളോളം വേണ്ടി വരും. എന്റെ ജീവിതം എന്നെ ബാലേട്ടൻ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരുത്താൻ കഴിഞ്ഞല്ലോ. അത് മാത്രമാണ് എനിക്കൊരു സമാധാനം. അതും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ. ആട്ടെ, ശാന്തിക്ക് എന്നെ പറ്റി വല്ലതും അറിയാമോ? ഇല്ല. വിവാഹം കഴിക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. ഒരു പുതുമണവാട്ടിയുടെ പ്രതീക്ഷകളും മോഹങ്ങളും സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് വിശ്വാസമില്ലായിരുന്നു. എന്നിട്ടും എന്തോ ആ വിവാഹം അങ്ങ് നടന്നു. പ്രഥമ രാത്രിയിൽ തന്നെ എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ എന്തോ എന്റെ മനോവ്യഥ മറ്റാരുമായി പങ്കിടാൻ എനിക്ക് കഴിഞ്ഞില്ല. ശാന്തിക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞു. നല്ലത്. ശാന്തിയും മോളെയും കാണാൻ എനിക്ക് മോഹമുണ്ട്. ഭയപ്പാടില്ലാതെ അവരുടെ മുഖത്ത് നോക്കാമല്ലോ. പ്രഭമോളെ എനിക്കൊന്ന് കാണണം. ഒരു ദിവസം ബാലേട്ടൻ കൂട്ടിക്കൊണ്ടുവരും. എന്റെ ബാലേട്ടന്റെ മോളുടെ കവിളത്ത് എനിക്കൊരു ഉമ്മ വയ്ക്കാം. വരട്ടെ. പ്രഭയുടെ അസുഖം അല്പം കൂടി മാറട്ടെ. ഇനി മാറുന്നത് എല്ലാ രോഗങ്ങളും ഒരുമിച്ചായിരിക്കും. പ്രഭേ, മന്ത്രിക്കുന്നത് ഞാൻ ഉറക്കെ പറഞ്ഞേ ഉള്ളൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കും. ഈ ചിന്ത ഉള്ളിടത്തോളം കാലം ഞാൻ തോൽക്കും. ബാലേട്ടൻ എന്നെ ജയിച്ചു കഴിഞ്ഞു. ബാലേട്ട, നാം അവസാനം കണ്ട ദിവസം ഓർമ്മയുണ്ടോ? മറക്കാൻ കഴിയും. പരീക്ഷ കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു ദിവസം കന്യാകുമാരി പോണമെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. ബാലേട്ടന് പേടിയായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരുണ്ടാവുമോ? അപ്പോഴും ബാലേട്ടൻ സ്വന്തം കാര്യത്തെ പറ്റി ചിന്തിച്ചതേയില്ല. ഒടുവിൽ ഞാൻ എന്ത് നിർബന്ധിച്ചിട്ടാ ബാലേട്ടൻ സമ്മതിച്ചത്? ശരിയാണ്. പക്ഷെ സമ്മതിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. രാത്രി ഞാൻ ഉറങ്ങിയില്ല. സ്വപ്നങ്ങളായിരുന്നു. സപ്തവർണ്ണങ്ങളിൽ മുഖ്യ സ്വപ്നങ്ങൾ. എന്നിട്ട് ഞാൻ ചതിച്ചു. പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുമ്പോഴാണ് അച്ഛൻ ഹോസ്റ്റലിൽ വന്ന് കയറിയത്. ഉടനെ വീട്ടിൽ പോകണമെന്നായി. എനിക്കെന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? പലതും പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? കാരണം പോലും പറയാതെയാണ് കൂട്ടിക്കൊണ്ടുപോയത്.